ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി FC ബാഴ്സലോണയിലേക്കാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കും ബാഴ്സക്കും ഒരു ഫൈനൽ എഗ്രിമെൻറ്റിൽ എത്തുക എന്ന കടമ്പ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാഴ്സയുടെ മധ്യനിരയിലേക്ക് പുതിയ ഒരു ഓപ്ഷൻ കൂടി കടന്നു വരികയാണ്. അതായത് ഫ്രങ്കി ഡിയോങ്ങിന് ഈയിടെ ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ടാണ് റോഡ്രിയെ കൊണ്ടുവരാൻ FC ബാഴ്സലോണ തീരുമാനിച്ചത്. പക്ഷേ ബാഴ്സയുടെ ഈ നീക്കത്തിൽ ഫ്രങ്കി ഡിയോങ്ങിന് വലിയ അതൃപ്തിയുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഫ്രങ്കി ഡിയോങ് കുറച്ചധികം കാലം പുറത്തിരിക്കും, പക്ഷെ പരിക്ക് മാറി തിരിച്ചു വന്നാൽ തൻ്റെ സ്ഥാനം വീണ്ടെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഫ്രങ്കി ഡിയോങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം റോഡ്രി ആയിരിക്കും സ്ഥിരമായി കൊണ്ട് കളിക്കുക. മാത്രമല്ല ബാഴ്സക്ക് മധ്യനിരയിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. എന്നിട്ടും എന്തിനാണ് റോഡ്രിയെ ബാഴ്സ കൊണ്ടുവന്നത് എന്ന ചോദ്യം ഇപ്പോഴും ഫ്രങ്കി ഡിയോങ്ങിന് മുന്നിലുണ്ട്. അതായത് റോഡ്രിയെ പോലെ ഒരു താരത്തെ ഇപ്പോൾ ബാഴ്സക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ഫ്രങ്കി ഡിയോങ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ തനിക്ക് ബാഴ്സ വിടേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഫ്രങ്കി ഡിയോങ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരിക്കിൽ നിന്നും മുക്തനായി വന്നാലും സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തുക അല്ലെങ്കിൽ പ്ലേയിങ് ടൈം നേടിയെടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമാവില്ല എന്നുള്ളത് ഡിയോങ് ഇപ്പോൾ കരുതുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും റോഡ്രിയെ എന്തിനാണ് ബാഴ്സ സൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും ഫ്രങ്കി ഡിയോങ്ങിന് മനസ്സിലായിട്ടില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.